മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും അതേപോലെ തന്നെ ഭാരതത്തിലെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ പട്ടേലിന്റെ ജന്മദിനവുമായിരുന്നു. സർദാർ പട്ടേൽ എന്ന മഹാനുഭാവൻ ഭാരതത്തെ ഒന്നാക്കിയ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ ഉടമയാണ്. ഭാരതത്തിലെ പല നാട്ടുരാജ്യങ്ങളും ഭാരതം എന്ന മഹാരാജ്യത്തോട് ചേരാൻ വിമുഖത കാണിച്ചപ്പോൾ ഒരു പരിധിവരെ തിരുവിതാംകൂർ രാജ്യം പോലും ഭാരതത്തോട് ചേരാതെ മാറി നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഹൈദരാബാദും അതുപോലെയുള്ള നാട്ടുരാജ്യങ്ങളും ഒരിക്കലും ഭാരതത്തോട് ചേരില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവയെയെല്ലാം സമാധാന ഭേദദണ്ഡങ്ങളോടുകൂടി ഭാരതത്തോട് ചേർത്ത, ഭാരതത്തെ യുണൈറ്റഡ് ആക്കിയ ഒരു വ്യക്തി, ഭാരതത്തിന്റെ യൂണിറ്റിക്ക് കാരണമായ ഒരു വ്യക്തിയാണ് സർദാർ പട്ടേൽ. അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുകയോ പഠിപ്പിക്കുകയോ അറിയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച അനവധി വ്യക്തികളുണ്ട്. മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച വ്യക്തികളുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ 100 ഇരട്ടി പ്രവർത്തിച്ച വ്യക്തികളുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ എല്ലാം സംഭാവന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്താണ്. ആൻഡമാൻ ഐലൻഡില് ജീവിതം മുഴുവനും 27, 30, 35 വർഷം തടവറയിൽ കഴിഞ്ഞവരുടെ വേദന ഈ ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന പല കോൺഗ്രസ് നേതാക്കളെക്കാളും 100 ഇരട്ടിയാണ്. അതേപോലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരോക്ഷമായി പ്രവർത്തിച്ചവരുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ആയാലും ശാസ്ത്രമണ്ഡലത്തിൽ ആത്മാഭിമാനം വളർത്തിയ ഡോക്ടർ CV രാമനെ പോലെയുള്ളവരും, അവരെല്ലാം ഇന്ന് ഭാരതത്തിലെ വിസ്മൃതിയിലാണ്. ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ 3 പേര് മാത്രം വാഴ്ത്തപ്പെടുന്ന ഒരവസ്ഥ. ജവഹർലാൽ നെഹ്റു എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകളാവാൻ ഭാഗ്യം കിട്ടി എന്ന ഒറ്റ കാരണത്താല് സ്മൃതിയിൽ നിലനിർത്തുന്ന ഇന്ദിരാഗാന്ധി, അവരുടെ മകൻ എന്ന ഒറ്റ കാരണത്തില് നമ്മുടെ ഓർമ്മയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജീവ് ഗാന്ധി, ഈ 3 പേരല്ലാതെ വേറെ ആരെയും ഭാരതീയർ ഓർമ്മിക്കാൻ പാടില്ല എന്നതുപോലെയാണ് കോൺഗ്രസുകാര് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും ജന്മദിനവും രക്തസാക്ഷിത്വ ദിനവും ആഘോഷിക്കുക, ബാക്കിയുള്ളവർ അവരവരുടെ ഇഷ്ടം മാതിരി ചെയ്യുക. എന്റെ അച്ഛനെ നിങ്ങൾ എല്ലാവരും ആരാധിക്കണം, മറ്റുള്ളവരെ ഒന്നും ആരാധിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുന്ന മാതിരിയാ. ഭാരതമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ എടുത്താലും, റോഡുകൾ എടുത്താലും, സ്ഥാപനങ്ങൾ എടുത്താലും, അതുപോലെ തന്നെ പാലങ്ങൾ എടുത്താലും, KSRTC ബസ് സ്റ്റാൻഡ് പോലും ഈ 3 പേരിൽ ആരുടെയെങ്കിലും പേരിലേ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചോ പ്രവർത്തിച്ചില്ലയോ എന്നുള്ള ഒന്നും പ്രശ്നമല്ല.
തിരുവനന്തപുരത്തെ കണിയാപുരം ബസ് സ്റ്റാൻഡ് പോലും രാജീവ് ഗാന്ധി ബസ് സ്റ്റാൻഡാണ്. കോൺഗ്രസുകാരുടെ അല്ല, കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഒരു വലിയ റിസർച്ച് ലാബറട്ടറി. അത് രാജീവ് ഗാന്ധി റിസർച്ച് സെന്റർ ആക്കിയിരിക്കുകയാണ്. രാജീവ് ഗാന്ധിയും ഈ റിസർച്ചും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അങ്ങേരൊരു പൈലറ്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ യാതൊരു മഹത്വവും ആ മനുഷ്യനില്ല. മാത്രമല്ല, ഭാരതത്തെ ഈ നിലയിൽ വളർത്തിയത് രാജീവ് ഗാന്ധി അല്ല, നരസിംഹറാവുവാണ്. കോൺഗ്രസ്സുകാരനായ നരസിംഹറാവുവാണ്. കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു ആരും ഓർമ്മിക്കാറില്ലെന്ന് മാത്രമല്ല, ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ മുഴുവനും മഹാപാപം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ച് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്ന് നരസിംഹറാവുവിനെ പുറത്താക്കി. ഭാരതത്തെ വളരെ ഗംഭീരമായിട്ട് കാണാൻ ആഗ്രഹിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹത്തിന്റെ പേര് പോലും ആരും പറയാറില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ് പൂജപ്പുരയിൽ ഒരെണ്ണമുണ്ട്. അത് ലാൽ ബഹദൂർ ശാസ്ത്രി ആണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് LBS എന്നറിയപ്പെടുന്നത്. അതേസമയത്ത് ഭാരതം മുഴുവനുമുള്ള ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. രാജീവ് ഗാന്ധി റിസർച്ച് സെന്ററാണ്. ഇന്ദിരാ സേതുവാണ്. നെഹ്റു പാർക്കാണ്. ഈ 3 പേർക്ക് ഇത്രയും അധികം പ്രാധാന്യം വരേണ്ട കാര്യം എന്തിരിക്കുന്നു? റിസർച്ചും സയൻസുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിയ ഡോക്ടർ CV രാമന്റെ പേര് ഒരു സ്ഥലത്തും ഇല്ല. വൻ സമൂഹം പട്ടാളക്കാരെ നയിച്ച ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് ഒരിടത്തും ഇല്ല. ബാലഗംഗാധര തിലകന്റെയോ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയോ അതുപോലെയുള്ള പ്രഗത്ഭരായ വ്യക്തികളൊന്നുമില്ല. ഇന്ദിരാഗാന്ധിക്ക് മഹത്വമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. അവര് തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഏകാധിപതിയെ പോലെ തീരുമാനമെടുത്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ സ്വർണക്ഷേത്രത്തിനകത്ത് വെടിയുണ്ട ഉതിർത്ത് അവനവൻ വളർത്തിക്കൊണ്ടുവന്ന ഭിന്ദ്രൻവാലയെ കൊന്നത് അവര് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. താൻ ചെയ്തു കൂട്ടിയ തിന്മകളുടെ എണ്ണമെടുത്താൽ ഈ ഭാരതം ഒരിക്കലും ഓർമ്മിക്കാൻ പാടില്ലാത്ത വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. ഈ ഭാരതത്തില് ഹിന്ദുക്കളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിച്ചത് അവരാണ് ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിച്ചത്. 3300-ലധികം സിഖുകാരെ പച്ചയ്ക്ക് കൊന്നു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റിക്കാരൻ ഇന്ദിരാഗാന്ധിയെ വധിച്ചതിന് പ്രതികാരം തീർത്തത് കോൺഗ്രസുകാരായ ഹിന്ദുക്കളാണ് ഈ സിഖുകാരെ കൊന്നത്. അതേപോലെ തന്നെ ശ്രീലങ്കയില് ഇവിടെ നിന്ന് മിലിറ്ററിയെ അയച്ച് ഇന്ത്യയുടെ അധികാരം ആ നാട്ടിന്റെ ഉള്ളില് ഒരു ചളിപ്പുമില്ലാതെ നടപ്പാക്കി LTTE വളർത്തിക്കൊണ്ടുവന്ന അതേ രാജീവ് ഗാന്ധിയുടെ ദുരന്ത്യമുണ്ടാക്കിയത് അങ്ങേര് തന്നെയാണ്. അങ്ങേർക്ക് വേറെ യാതൊരു പ്രത്യേകതയും ഈ രാഷ്ട്രം സ്മരിക്കത്തക്ക വിധത്തിൽ ഇല്ല. പക്ഷേ കോൺഗ്രസുകാരങ്ങോട്ട് തീരുമാനിച്ചു, റോഡും ഇടവഴിയും തോടും കാടും എല്ലാം ഇവരുടെ 3 പേരുടെ പേരിൽ മാത്രമേ പാടുള്ളൂ എന്ന്. പക്ഷെ ഈ രാഷ്ട്രത്തെ നെഹ്റുവിന്റെ പോലും എതിർപ്പ് വകവയ്ക്കാതെ ഒരുമിച്ച് കൊണ്ടുവന്ന ആ സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും പോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭാരതത്തിനകത്തെ പല സ്ഥലവും, ഹൈദരാബാദ് ഉൾപ്പെടെ മൈസൂറിലെ ഒരു ഭാഗം ഉൾപ്പെടെ ഇന്ന് നെഹ്റുവിന്റെ മാത്രം നികൃഷ്ടമായ സംഭാവനയാണ് ജമ്മു കാശ്മീരിലെ പ്രശ്നം. അതിനേക്കാൾ വലുതായിട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഇവരെ 3 പേരെയും സ്മരിക്കുകയും മറ്റാരെയും സ്മരിക്കാൻ പാടില്ലെന്നും ഇനി പുതിയതായിട്ട് ആ ലിസ്റ്റിലേക്ക്, സ്മരിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് ആരെയും കൊണ്ടുവരേണ്ടെന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനമായതുകൊണ്ട് സർദാർ പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയമാണ് എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസുകാര്. ഇപ്പോഴും ഭരണത്തിലില്ലെന്നും ഓരോ സംസ്ഥാനത്തിലും
അവര് തുടച്ചു മാറ്റപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും മാർക്സിസ്റ്റുകാരെക്കാൾ ധാർഷ്ട്യത്തിന്റെ ഭാഷയിലാണ് കോൺഗ്രസിലെ ചിലരെല്ലാം സംസാരിക്കുന്നത്. ഏതോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ രാഷ്ട്രത്തിലെ ജനത അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകേണ്ട കാലഘട്ടമാണിതെന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് ഏതോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു അത്രേ, അല്ല ഏതോ ഒരു മാഗസിൻ റിപ്പോർട്ട് ചെയ്തു അത്രേ, സർദാർ പട്ടേലിന്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, അത് നന്നാക്കാൻ ആർക്കും താല്പര്യമില്ല, അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ച് നാഷണൽ യൂണിറ്റി ഡേ ആക്കി മാറ്റാനാണ് എല്ലാവർക്കും താല്പര്യം. ഒരാളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ, അത് ഇന്നോ നാളെയോ നന്നാക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇത്രയും കാലം സർദാറിന്റെ ജന്മദിനം ആഘോഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇനി ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മളെല്ലാം അങ്ങനെയല്ലേ? സ്വാമി വിവേകാനന്ദൻ ജനിച്ചിട്ട് 152 വർഷമാവുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം യൂത്ത് ഡേ ആയി ഡിക്ലെയർ ചെയ്തത് ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്ന വേദവ്യാസന്റെ ജന്മദിനമോ ശങ്കരാചാര്യരുടെ ജന്മദിനമോ ആണ്. അത് പിന്നീട് ചേർത്തതല്ലേ? എൻവയോൺമെന്റൽ ഡേ ആയിട്ടും ഭൂമിയുടെ എർത്ത് ഡേ ആയിട്ടും വാട്ടർ ഡേ ആയിട്ടും ബ്രദേഴ്സ് ഡേ ആയിട്ടും മദേഴ്സ് ഡേ ആയിട്ടും ഫാദേഴ്സ് ഡേ ആയിട്ടും എല്ലാം ആഘോഷിക്കുന്നതും അഥവാ ആചരിക്കുന്നതുമെല്ലാം പിന്നീടല്ലേ. പണ്ട് ചെയ്യാതിരുന്നത് കൊണ്ട് ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ മുഴുവനും ഇതുപോലെ സുഖിച്ച് ജീവിച്ച 3 പേരുടെ മാത്രമല്ല, അവരുടെയും വേണമെങ്കിൽ അവരുടെയും കൊണ്ടുവരിക, എല്ലാവർക്കും വേണമെങ്കിൽ തുല്യ പ്രാധാന്യം കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഇറ്റ് ചോര ഒഴുക്കാത്ത 2 പേരുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമാണ്. 2 പേരും ഈ ലോകത്തോട് യാത്ര ചെയ്തത് രാഷ്ട്രത്തിന് വേണ്ടിയൊന്നുമല്ല. ഇനി അഥവാ അവര് രാഷ്ട്രത്തിന് വേണ്ടിയാണ് അവർ ദേഹത്യാഗം ചെയ്തതെങ്കിൽ ഒസാമ ബിൻ ലാദൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ ദേഹത്യാഗം ചെയ്തതെന്ന് പറയേണ്ടി വരും. സദ്ദാം ഹുസൈൻ ഇറാഖുകാർക്ക് വേണ്ടിയാണ് കഴുമരത്തിൽ കയറിയതെന്ന് പറയേണ്ടി വരും. ഗദ്ദാഫി അതേപോലെ ലിബിയക്കാർക്ക് വേണ്ടിയാണ് മരണം വരിച്ചതെന്നൊക്കെ പറയേണ്ടി വരും. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഓരോ കൊലയാളികളും അല്ലെങ്കിൽ തീവ്രവാദികളും വീരപ്പനുമൊക്കെ മരിച്ചതെന്ന് പറയേണ്ടി വരും. അവനവന്റെ ഇഷ്ടം അനുസരിച്ചുള്ള വ്യാഖ്യാനം ഓരോരുത്തർക്കും വേണ്ടി കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും രാജീവ് ഗാന്ധി ആയാലും അവര് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. കോൺഗ്രസ്സാണ് ഭാരതം ഇത്രയും കാലം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുടെ പേരില് ഭാരതത്തിലെ പാലങ്ങളും റോഡുകളും തോടുകളും കാനകളും എല്ലാം, അതുപോലെ തന്നെ ജോലി പ്രസ്ഥാനം, രാജീവ് ഗാന്ധി റോസ്ഗാർ പ്രസ്ഥാനം, നെഹ്റു ചാനൽ ക്ലീനിംഗ് പ്രസ്ഥാനം, എല്ലാം ഇന്ദിരാഗാന്ധി സ്വീപ്പേഴ്സ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. അല്ലാതെ ഈ നാട് ഇമ്പാർഷ്യലായിട്ട് ഭരിച്ചവരുടെ ഒന്നും റോൾ അതിനകത്ത് പറഞ്ഞിട്ടുമില്ല. ഈ നാടിനു വേണ്ടി ത്യാഗം ചെയ്തവരുടെ കാര്യം വിവരിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലും സി വി രാമന്റെ പേരിലും ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ബാലഗംഗാധര തിലകന്റെയും പേരിലും അറിയപ്പെടാതെ പതിറ്റാണ്ടുകൾ ത്യാഗം സഹിച്ച് വേദന കടിച്ചമർത്തി രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവര് സവർക്കറെ പോലെയുള്ളവരും ഭഗത് സിംഗിനെ പോലെയുള്ളവരും ഭാരതീയെ പോലെയുള്ളവരുമായിട്ടുള്ള വ്യക്തികളുടെ പേരും ചേർത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളും റോഡുകളും അല്ലെങ്കിൽ മന്ദിരങ്ങളും അറിയപ്പെടേണ്ട ഒരു കാലമായി തീർന്നിരിക്കുന്നു. ഭാരതത്തിന്റെ ചരിത്രം തന്നെ ഈ 3 വ്യക്തികളുടെ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ 3 പേരെയും സാധിക്കുമെങ്കിൽ മാറ്റി അവരുടെ പേരിലുള്ള ആ സ്ഥാപനങ്ങൾക്കും റോഡുകൾക്കും തന്നെ പുതിയ പേര്, ഈ രാഷ്ട്രത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ജീവിച്ചവരുടെ പേര്, യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചവരുടെ പേരില് അതാക്കേണ്ട ഒരു കാലമാണ്, പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒരു കാലമാണ് എന്ന്
ഭാരത ജനത ചിന്തിക്കുന്നതിന് തെളിവായിരിക്കാം ഒരു പക്ഷേ. ധാരാളം യുവാക്കള് ഇന്നലെ യൂണിറ്റി ഓഫ് ദി നേഷൻ ഓട്ടത്തിൽ പങ്കെടുത്തു എന്ന്. ഈ കൂട്ടയോട്ടവും ഓട്ടവും എല്ലാം നടത്തുന്നതിനോട് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരുമിച്ച് ഓടിയിട്ട് രാഷ്ട്രസ്നേഹം ഉണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു സംഭവം വേണമെന്ന് തീരുമാനിച്ചതില് ജനത 117 വയസ്സായിട്ടുള്ള ഒരാള് ആ ഓട്ടത്തിൽ പങ്കെടുത്ത് വളരെ ഗംഭീരമായിട്ട് രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് ഇന്നലെ ടൈംസ് നൗ ചാനലിൽ കാണേണ്ടായി. ഏതായാലും നമ്മളുടെ പൂർവീകർ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവര് അവരുടെ പേരും അവരുടെ സംഭാവനയും സ്കൂളുകളിൽ പഠിപ്പിക്കുകയും അവരെ നമ്മൾ സ്മരിക്കുകയും അവരുടെ പേരില് സ്മാരകങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും അത് ശരിയായിക്കൊള്ളട്ടെ. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണെങ്കിലും നല്ലതല്ലാതെ ആവില്ലല്ലോ. നല്ലത് ആര് ചെയ്താലും അത് നല്ലതാവാതിരിക്കും. മഹാത്മാഗാന്ധിയുടെ പേരില് ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭത്തിനാണെങ്കിൽ അത് നല്ലതല്ലേ. അമേരിക്കയില് അടുത്ത കാലത്ത് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ഷർട്ട് ഉണ്ടാക്കാനും പാന്റ് ഉണ്ടാക്കാനും ബനിയൻ ഉണ്ടാക്കാനും ഏത് കാര്യത്തിനും അമേരിക്കൻ കൊടി ഉപയോഗിക്കാമെന്ന്, അമേരിക്കൻ കൊടിയുടെ കളറ് ഉപയോഗിക്കാമെന്ന്, അമേരിക്കൻ കൊടിയുടെ രൂപവും ഭാവവും ഉപയോഗിക്കാമെന്ന്. ആ തീരുമാനത്തിന്റെ പുറകിൽ എന്തായിരുന്നു ചേതോ വികാരം? ആ കളറും ആ നേച്ചറും കാണുമ്പോൾ ജനങ്ങൾ അമേരിക്കയെ ഓർക്കും. അപ്പൊ മഹാത്മാഗാന്ധിയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണെങ്കിലും നന്മ ചെയ്തവരും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമായിട്ടുള്ള വ്യക്തികളെയാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഭരിച്ചവരുടെ പ്രതിനിധികളായിട്ടുള്ള അവനവന്റെ പ്രവൃത്തി കൊണ്ട് അവനവൻ രക്തസാക്ഷിത്വം വഹിക്കേണ്ട ഗതികേട് ഉണ്ടായവര് രാഷ്ട്രത്തിനു വേണ്ടി മരിച്ചു എന്നും രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ചു എന്നും പറഞ്ഞ് പറ്റിച്ചു നടക്കുന്ന ആ പ്രസ്ഥാനങ്ങളില് വേണ്ടാത്തവരെയെല്ലാം മാറ്റി വേണ്ടവരെ മാത്രം നിറച്ച് അവരുടെ ജന്മദിനവും രക്തസാക്ഷിത്വ ദിനവും ആചരിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ രാഷ്ട്രത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഈ മാറ്റം നമ്മളുടെ മനസ്സിലും ഉണ്ടാവട്ടെ. പ്രണാമം, നമസ്കാരം.